കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ പത്രം വായിക്കുന്ന ശീലമുള്ളവരാണ് പൊതുവെ മലയാളികൾ. രാവിലെ വീടുകളിൽ പത്രമെത്തുന്നവർ വാർത്ത കണ്ടു ഞെട്ടി. ഇന്നു മുതൽ നോട്ട് നിരോധിച്ചുവെന്നും ഇനി ഡിജിറ്റൽ കറൻസി മാത്രമേ ഉപയോഗിക്കുവാൻ പാടുള്ളൂവെന്നും വെണ്ടക്ക വലിപ്പത്തിലുള്ള തലക്കെട്ടുകളോടെ പ്രസിദ്ധീകരിച്ച വാർത്തയാണ് ആദ്യം വായനക്കാരുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയത്. രാവിലെ തന്നെ വാർത്ത വായിച്ചവർ വീണ്ടും നോട്ട് നിരോധനമോ എന്ന് ആശങ്കപ്പെടുകയും ചെയ്തു. മുൻപ് നോട്ട് നിരോധിച്ച അനുഭവമുള്ളതിനാൽ ആളുകൾ ബാങ്കുകളിലേക്ക് പുറപ്പെട്ടു. ബസ് കണ്ടക്ടർമാരും ഹോട്ടൽ ജീവനക്കാരുമെല്ലാം ഞെട്ടി തങ്ങൾ പണം ഡിജിറ്റലായി മാത്രമേ സ്വീകരിക്കൂ എന്ന് ഉപഭോക്താക്കളോട് പറയേണ്ടി വന്നു. പലരും ഇന്നത്തെ ജോലി വരെ ഉപേക്ഷിച്ച് കൈവശമുള്ള പണവുമായി ബാങ്കുകളിലേക്ക് എത്തുന്ന സാഹചര്യവുമുണ്ടായി. ബാങ്കുകൾക്ക് മുന്നിൽ നോട്ട് മാറി ഡിജിറ്റലാക്കാനെത്തിയവരുടെ എണ്ണം കണ്ട് ബാങ്ക് ജീവനക്കാരും ഞെട്ടി. തങ്ങൾക്ക് ഇതേക്കുറിച്ച് അറിവൊന്നുമില്ലെന്നാണ് ബാങ്ക് ഉദ്യോഗസ്ഥർ ഉപഭോക്താക്കളോട് പറഞ്ഞത്. പിന്നീട് പരിശോധിച്ചപ്പോഴാണ് പത്രങ്ങളിൽ ആളുകളെ ആകർഷിക്കാൻ നൽകിയ പരസ്യമായിരുന്നു ഇതെന്നും ജനങ്ങൾ കബളിപ്പിക്കപ്പെട്ടുവെന്നും ബോധ്യപ്പെട്ടത്. പണം നൽകി പത്രം വാങ്ങുന്ന വായനക്കാരോടുള്ള തെമ്മാടിത്തരമെന്ന് ഇതിനെ വിശേഷിപ്പിക്കാമെന്ന വികാരമാണ് വായനക്കാർ പങ്കുവച്ചത്. പരസ്യത്തിന്റെ വരുമാനത്തിലൂടെയാണ് പത്രങ്ങൾ മുന്നോട്ടു പോകുന്നത്. അത്തരം പരസ്യങ്ങൾ കണ്ടാൽ ആളുകൾക്ക് തിരിച്ചറിയുവാനും സാധിക്കും. പക്ഷേ പരസ്യമെന്ന പേരിൽ ഇത്തരം തോന്നിയാസങ്ങൾ അച്ചടിച്ചുവിടുന്ന രീതി ആയിരക്കണക്കിന് വായനക്കാരെ ആശയക്കുഴപ്പത്തിലാക്കുന്നതായിരുന്നു. വരിസംഖ്യ നൽകുന്ന വരിക്കാരെ വിഡ്ഢികളാക്കുന്ന നിലപാടാണ് ഇക്കൂട്ടർ സ്വീകരിക്കുന്നത്. പത്രമുതലാളിമാർക്ക് കോടികൾ സമ്പാദിക്കാനായി ഇത്തരം പ്രവണതകൾക്ക് മാധ്യമപ്രവർത്തകരും കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് ഏറെ ദുഃഖകരം. മാധ്യമധർമ്മം പണത്തിനു മുൻപ് അധപ്പതിച്ചു എന്ന് പറയേണ്ടി വരും. പത്രസ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിശദീകരണം ഒന്നാം പേജിൽ തന്നെ ഇത് പരസ്യമാണെന്നുള്ള വിവരം നൽകിയിരുന്നുവെന്നാണ്. പക്ഷേ ഒരു മൂലയ്ക്ക് കൊടുത്തിരുന്ന വിശദീകരണം ശ്രദ്ധയിൽപ്പെടാത്ത ആയിരക്കണക്കിന് ആളുകളാണുള്ളത്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യം പ്രസിദ്ധീകരിച്ച പത്രസ്ഥാപനങ്ങൾ പൊതുജനത്തോട് മാപ്പ് പറയണമെന്നും വരിസംഖ്യ മടക്കി നൽകാൻ തയ്യാറാകണമെന്നുമുള്ള ആവശ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലുൾപ്പെടെ ഉയരുകയാണ്. കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.